വയനാട് മേപ്പാടിയിൽ നാടിനെ നടുക്കി മണ്ണിടിച്ചിൽ. കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3 അപകടത്തിൽ 7 പേരെ കാണാനില്ല. മണ്ണിടിച്ചിലിൽ ഒരു വീടും പള്ളിയും പൂർണ്ണമായും തകർന്നു. ബസ് സ്റ്റോപ്പും പാലവും മണ്ണിനടിയിലായി. മണ്ണും ചെളിയും ആളുകളുടെ മുകളിലേക്ക് കുത്തിയൊലിച്ചിറങ്ങുന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ വരുന്നതും അങ്ങേയറ്റം ഭീതിതം തന്നെയാണ്. എത്രത്തോളം വ്യാപ്തി ഈ ദുരന്തത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു മല ഇടിഞ്ഞിറങ്ങുന്ന അതേ ആഘാതത്തിൽ തന്നെയായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് തുടരെ ഉണ്ടാകുന്ന മഴയും അതോടൊപ്പം ചെളി നിറഞ്ഞ മണ്ണും വലിയ രീതിയിലുള്ള വിഘാതവും സൃഷ്ടിക്കുന്നുണ്ട്. അനഘയും രമ്യാദാസും ചേരുന്നു. അനഘ, വലിയ ഭയപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഈ അപകടം ഉണ്ടായത്, അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഒരുപക്ഷെ ഒരു നേർസാക്ഷ്യമായി ഈ CCTV ദൃശ്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഓടി മാറുന്ന ചിതറി മാറുന്ന ആൾക്കാരെ നമുക്ക് കാണാം. പലരും മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നു. എത്ര പേർ നിർമ്മാണ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പലരും അവിടെ തന്നെ ടെന്റിനുള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതും ആശങ്കയേറ്റുന്ന വസ്തുത തന്നെയാണ്. മണ്ണ് പൂർണ്ണമായും നീക്കിയല്ലാതെ ഇതിനൊരു ഉത്തരം കിട്ടുക സാധ്യമല്ല എന്നത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതു രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുരോഗമിക്കുന്നത്? ദൃശ്യങ്ങളാണ് ഈ മണ്ണിടിഞ്ഞു വരുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലാണ് മണ്ണിടിഞ്ഞ് വരുന്നത്. ആ സമയത്ത് ഈ ഓടി മാറുകയാണ് ആളുകൾ. ആ ദൃശ്യങ്ങളിൽ തന്നെ 4ഓളം പേർ ഈ സമയത്ത് ഓടി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഓടി മാറുന്ന ആളുകൾ തലനാരി രക്ഷപ്പെടുന്ന ഒരു CCTV ദൃശ്യമാണ് കണ്ടിട്ടുള്ളത്. പുറത്തേക്ക് വരുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ ഈ മണ്ണിനടിയിൽ പെട്ടുപോകുന്നു. ഈ ലോറിക്ക് അടിയിലേക്ക് പെട്ടുപോകുന്നുണ്ട്. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് ഉണ്ടായിരിക്കുന്നത്. ആ സ്ത്രീ മാത്രമല്ല, അപ്പുറത്ത് ഈ റോഡിലേക്ക് വന്ന വാഹനമടക്കം തലനാരിഴക്ക് രക്ഷപ്പെടുന്ന ഒരു CCTV ദൃശ്യം, അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത്, ഈ മണ്ണിടിഞ്ഞ് വന്ന സ്ഥലത്ത് കൂടുതൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. അതായത് ആ പാലത്തിന് മുകളിൽ കൂടുതൽ ആളുകൾ ഈ ആളുകൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് ഈ രക്ഷാപ്രവർത്തകരടക്കം ഉറപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തുള്ള മണ്ണ് നീക്കാനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ അതിവേഗം. അനഘ, ഒരു നിമിഷം തുടരുക. അനഘ, ഇപ്പോൾ വിശദീകരിച്ച ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങേയറ്റം നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. സമീപ പ്രദേശത്തുള്ള ഒരു കടയുടെ CCTVയിൽ നിന്നാണ് അത് ലഭ്യമായത്. ഏതു രീതിയിലാണ് ആ മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഒരു ടാങ്കർ ലോറിയെ തന്നെ ആ മണ്ണ് നിരക്കി നീക്കി റോഡിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ നിരവധി ആളുകൾ പെടുന്നുണ്ട്. പലരും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അനഘ, തുടരാം. വളരെയധികം ഭീതിതമാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. എത്രത്തോളം ആഘാതമാണ് ആ പ്രദേശത്ത് ആ മണ്ണിടിച്ചിൽ വരുത്തിയത് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ടാങ്കർ ലോറിയെ അടക്കമാണ് അതിങ്ങനെ കുത്തി ഒലിപ്പിച്ച് റോഡിലേക്ക് തള്ളി മാറ്റുന്നത്. അതിനിടയിൽ എത്ര പേർ പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും രോഹിണി, ഈ അപകടത്തിന്റെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് ഈ ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റോഡിന്റെ മറുവശത്തേക്ക് ഓടി വരുന്നത് നമുക്ക് കാണാം. ആ ഓടി വരുന്ന സാഹചര്യത്തിൽ ആ ഭാഗത്തുണ്ടായിരുന്ന ആ മണ്ണിനോട് ചേർന്നുള്ള ആളുകൾ ആ മണ്ണിനടിയിൽ പെട്ടുപോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ മണ്ണും കല്ലും ഒക്കെ കുത്തിയൊലിച്ച് ഒരു ടാങ്കർ ലോറിയുണ്ട്. ഈ ലോറിയുമായി ഈ മണ്ണ് ബാക്ക് ഭാഗത്തേക്ക് തിരിച്ച് വരുന്നതാണ് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്. ഈ സ്ത്രീയും പുരുഷനും അതിവേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓടി മാറുകയും ചെയ്യുന്നുണ്ട്. അവർ അവസാനം രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് 3 പേരാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഓടി വരുന്നത്, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ 4ഓളം പേർ ആ സമയത്ത് അവിടെ നിന്ന് ഓടി മാറുന്നുണ്ടായിരുന്നു. അവരുടെ മുകളിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ചെറുപ്പക്കാരെന്ന് തോന്നിക്കുന്ന 3 പേരുടെ മുകളിലേക്ക് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മണ്ണ് അതിവേഗം തന്നെ, ഈ മണ്ണ് ഇടിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെട്ട
രക്ഷപ്പെടാൻ വേണ്ടി അവർ അതിവേഗം മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ആ മണ്ണ് അവരുടെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ട്. അതിൽ 4 പേർ അതിവേഗം പിൻവശത്തേക്ക് ഓടിയ 4 പേർ രക്ഷപ്പെടുന്നതും ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഈ പാലത്തിന് മുകളിൽ, ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പാലത്തിന് മുകളിലേക്ക് മുഴുവനായും മണ്ണ് എത്തി ആ പാലം മുഴുവൻ മൂടിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഈ സ്ഥലത്തേക്ക്, ഈ പണി നടക്കുന്ന സ്ഥലത്തേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനമാണ്, ആ ലോറിയാണ്, ടാങ്കർ ലോറിയാണ്. ഈ ടാങ്കർ ലോറി അടക്കമാണ്, അവിടെ ഉണ്ടായിരുന്ന ബസ് അടക്കമാണ് കുത്തിയൊലിച്ച് മറുവശത്തേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. അതിൽ 4ഓളം പേർ തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ആ അത്ഭുതകരമായ രക്ഷപ്പെടൽ മാത്രമാണ് ഈ മണിക്കൂറുകളിലും ഏറെ ആശ്വാസകരമായ വാർത്ത എന്നുള്ളത്. ഈ പാലത്തിനടുത്തേക്ക് എത്തണമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ആ പാലത്തിന് മുകളിലുള്ള മണ്ണ് നീക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഈ CCTVയുടെ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പാലത്തിന് മുകളിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോൾ പോലും ഇവിടെ ഇത്തരത്തിൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന ദൃക്സാക്ഷികളും CCTV ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതായത് ഒരു JCB ഉപയോഗിച്ചാണെങ്കിൽ പോലും അനായാസം മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഉള്ളിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്ക് JCBയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് അവർക്ക് അപകടമൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രത മുൻനിർത്തിക്കൊണ്ടാണ് JCB അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന് മുകളിലുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതെ അനഘ, അതുതന്നെയാണ് അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ച് ഒരു വലിയ പ്രദേശത്തേക്ക് അതിങ്ങനെ വ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതും എത്ര പേർ ഇതിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആശങ്ക നിഴലിക്കുന്നതും. ഈ കാണുന്ന ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ചെറിയ ഒരു മണ്ണിടിച്ചിലിന്റെ ശബ്ദം കേട്ടത് എന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുറച്ച് ആൾക്കാർ അപ്പോഴേക്കും ആ മണ്ണിടിഞ്ഞു വീഴുന്നത് കണ്ട് അവിടെ നിന്നും പിന്തിരിഞ്ഞോടുന്നവരാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന 3 പേരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവർ രക്ഷപ്പെട്ടവരാണ്. അതിനും മുന്നിലായി എത്ര പേർ അതിലകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അനഘയിലേക്ക് എത്താം. ശാലിനി കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശാലിനിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കള്ളാടി ദുരന്തത്തിൽ വീഴ്ച മറയ്ക്കാൻ ശ്രമം ആരംഭിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞിട്ടും കാര്യക്ഷമമായ ഇടപെടലുണ്ടായില്ല. സർക്കാരിന്റെ വീഴ്ചയ്ക്ക് തെളിവായി PWD പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നിരിക്കുകയാണ്. മണ്ണ് മാറ്റാൻ അനുയോജ്യമായ സ്ഥലം നൽകണമെന്ന് കരാർ കമ്പനി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്ന ജൂൺ 25 യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് പുറത്തു വന്നത്. പദ്ധതി നടത്തിപ്പിൽ PWDക്ക് പങ്കില്ലെന്ന സർക്കാർ വാദവും പച്ചക്കള്ളമാണ്. ശാലിനി, എന്തായാലും ഈ ഒരു ദുരന്തം മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ അവിടെ അനാസ്ഥ കൂടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് മറയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? രോഹിണി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ വയനാട് ജില്ലയുടെ ചുമതലയുള്ള കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള T. സിദ്ദിഖ് പ്രതികരിച്ചത് ഈ ഒരു അപകടം മനുഷ്യനിർമ്മിതമാണ്, പ്രകൃതി ഉണ്ടാക്കിയ ഒരു അപകടം അല്ല വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ്. അതുതന്നെയാണ്, അത് ആരാണ് ഇനി ആ മനുഷ്യനിർമ്മിതത്തിന് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരങ്ങളിലേക്ക് തെളിവാക്കുന്ന ചില ദൃശ്യങ്ങൾ, ചില രേഖകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ജൂൺ 20-ാം തീയതി ഈ മണ്ണ് അവിടെ നിന്നും, അതായത് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാക്കിയ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യാൻ, അത് അവിടെ നിന്ന് മാറ്റാനായി ഉത്തരവ് സർക്കാർ തലത്തിൽ നിന്ന് ഇറക്കി എന്നുള്ളതാണ്. പക്ഷേ ഉത്തരവ് ഇറക്കിയതിന് തൊട്ടു പിന്നാലെ ജൂൺ 25-ാം തീയതി ഒരു യോഗം ചേർന്നിരുന്നു. PWD സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് കള്ളാടി ദുരന്തം അത് ഒരു മനുഷ്യ
മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ വീഴ്ച മറച്ചുവെക്കാൻ ശ്രമങ്ങൾ സർക്കാർ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ മണ്ണ് മാറ്റാനായി സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവിറങ്ങി. പക്ഷേ ആ മണ്ണ് മാറ്റാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകണമെന്ന് കരാർ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം സർക്കാരോ PWD ഡിപ്പാർട്ട്മെന്റോ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രേഖകളാണ് ഇപ്പോൾ നമ്മൾ ജനം ടിവിയിലൂടെ പുറത്തുവിടുകയും ചെയ്യുന്നത്. 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണാണ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതും ഇത്രയധികം മണ്ണ് ഒരു ഭാഗത്ത് ശേഖരിച്ച് വെച്ചത് തന്നെയാണ്. PWDക്ക് പങ്കില്ലെന്ന സർക്കാർ വാദവും ഇതോടുകൂടി പൊളിയുകയാണ്. അതായത് ഈ മണ്ണ് എവിടേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിനൊരു സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി തരണമെന്നുള്ളതായിരുന്നു മുന്നോട്ട് വെച്ച കരാർ കമ്പനി മുന്നോട്ട് വെച്ച ആവശ്യം. ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഒപ്പം തന്നെ PWD കോഴിക്കോട് ഡിവിഷനാണ് ഈ തുരങ്കപാതയുടെ മേൽനോട്ട ചുമതല. എന്നാൽ PWDക്ക് പങ്കില്ല എന്നുള്ളതാണ് PK ബഷീർ അടക്കമുള്ളവർ കഴിഞ്ഞ മണിക്കൂറിൽ വാദം ഉന്നയിക്കുകയും ചെയ്തത്. അതായത് PWDയുടെയും സർക്കാരിന്റെയും ഒക്കെ കീഴിൽ വരുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം, ആ നിർമ്മാണ പ്രവർത്തനത്തിൽ അപകടം സംഭവിച്ചപ്പോൾ അത് പൂർണ്ണമായും കരാർ കമ്പനിയുടെ മുകളിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാനൊരു നീക്കമാണ് സർക്കാർ ഈ തരത്തിൽ നടത്തുകയും ചെയ്തത്. മാത്രമല്ല, ഈ മേഖലയിൽ ശക്തമായ മഴ വന്നാൽ, അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതും അന്നത്തെ ഈ ജൂൺ 25-ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതാണ്. പക്ഷേ അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നോടിയായി ശക്തമായ മഴ പെയ്തിട്ടും അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനോ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനോ സർക്കാർ തലത്തിൽ നിന്ന് ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി അതിശക്തമായ മഴ അവിടെ ലഭിക്കുന്നുണ്ട് എന്ന് ശേഖർ കുര്യാക്കോസ് അടക്കമുള്ളവർ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മെമ്പർ സെക്രട്ടറി അടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ്. പക്ഷേ കഴിഞ്ഞ ഈ അപകടം നടന്ന മണിക്കൂറിന് തൊട്ട് ശേഷം മാത്രമാണ്, അതായത് ഉച്ചയ്ക്ക് 1:30 അപകടം നടക്കുന്നത് ഏകദേശം 12 മണിയോട് കൂടിയാണ്. ആ അപകടത്തിന് 1 മണിക്കൂർ ശേഷമാണ് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള അലർട്ട് മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും ഒടുവിൽ വന്ന അലർട്ടിലും യെല്ലോ അലർട്ട് മാത്രമായിരുന്നു വയനാട് ജില്ലയ്ക്ക് അടക്കം നൽകിയത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സർക്കാർ തലത്തിൽ വീഴ്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സർക്കാർ വാദം പൊള്ളയാവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 20-ാം തീയതി ഈ മണ്ണ് മാറ്റാനായി ഉത്തരവിറക്കിയ യോഗത്തിലെങ്കിൽ പോലും ജൂൺ 25-ന് ചേർന്ന യോഗത്തിൽ മണ്ണ് മാറ്റാനുള്ള സുരക്ഷിത ഇടവും ഒപ്പം തന്നെ ആ പ്രദേശത്തെ ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാർ തലത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും സർക്കാരും ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിന്റെ ഭാഗമാവുകയാണ്. ആ ഭാഗം മറച്ചു വെക്കാനാണ് വിവിധ മന്ത്രിമാരടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ ശ്രമം നടത്തുന്നത്. എന്തായാലും മന്ത്രിമാർ തലസ്ഥാനത്ത് നിന്നും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയും ഈ ന്യായീകരണം തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എത്ര പേർ മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്, ആരൊക്കെ ഏത് സാഹചര്യത്തിലാണ്, എത്ര മരണമാണ് എന്നൊക്കെയുള്ള ഔദ്യോഗിക കണക്കുകൾ ഉയർന്നു വരുന്നതിനിടയിൽ തന്നെയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം ഉയരുന്നത്. കൈ കഴുകി രക്ഷപ്പെടാനാണ് ഈ ഘട്ടത്തിൽ UDF സർക്കാർ ശ്രമം നടത്തുന്നത്. വീഴ്ച മറയ്ക്കാനാണ് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വെള്ളപൂശാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത്. രോഹിണി, അതായത് ശാലിനി, 2 കാര്യങ്ങൾ പ്രധാനമായും, ഈ മണ്ണിന് അപകട ഭീഷണിയുണ്ട്, ഈ മണ്ണ് മാറ്റാൻ അനുയോജ്യമായ സ്ഥലം നൽകണമെന്ന് കൃത്യമായി തന്നെ കരാർ കമ്പനി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ആ യോഗത്തിന്റെ മിനിറ്റ്സ് തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. 2, കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് വയനാട് പെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നില്ല. ഈ അപകടം നടന്നതിന് ശേഷമാണ് ജില്ലയിൽ റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് വസ്തുത. നേരത്തെ യെല്ലോ അലേർട്ടായിരുന്നു, പക്ഷേ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കത്തക്ക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു, മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ബോധപൂർവം നടത്തിയ അനാസ്ഥ അല്ലെങ്കിൽ ഒഴിവുകഴിവുകൾ നിരത്തിക്കൊണ്ട് ഇവർ ഈ അപകടം കരാർ കമ്പനിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, അതുതന്നെയാണ്. ഈ 2 കാര്യങ്ങളിലും വീഴ്ച സർക്കാർ സമ്മതിച്ചേ മതിയാവും. പ്രധാനമായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 20-ാം തീയതി ഉത്തരവിറക്കി എന്നുള്ളത് ശരിയാണ്. ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത്. കാരണം ഒന്ന്, നിരന്തരമായ അപകടം നടക്കുന്ന മേഖലയ്ക്ക് വലിയ ദൂരമൊന്നുമല്ല, ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലത്തിന് വലിയ ദൂരമൊന്നുമല്ല ഈ സംഭവം നടക്കുന്നത്. കൂടാതെ തന്നെ അതിശക്തമായ മഴ അവിടെ ലഭിക്കുന്നുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണം എന്നുള്ളത് ഉത്തരവിറക്കിയതാണ്. അത് ജൂൺ 20-ാം തീയതിയാണ്. ജൂൺ 25-നാണ് വിവിധ വകുപ്പ് സെക്രട്ടറിമാർ അടക്കമുള്ളവരും പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി അടക്കമുള്ളവർ PWD വിഭാഗം PWD സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്ത നിർണായക യോഗം നടക്കുന്ന. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ ജനം ടിവിയിലൂടെ പുറത്തുവിടുന്നത്. അതിലാണ് കൃത്യമായി ഈ കരാർ കമ്പനി ആവശ്യപ്പെട്ടത് ഈ മണ്ണ് മാറ്റാനുള്ള സ്ഥലം,
അത് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തി നൽകണം, എങ്കിൽ മാത്രമേ അത് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ ജൂൺ 25 കഴിഞ്ഞ് ഇന്നിപ്പോൾ ജൂലൈ ഏകദേശം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപകടവും ഉണ്ടായി. ഈ സമയത്തിനുള്ളിൽ പോലും ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ആ മണ്ണ് മാറ്റാനുള്ള സ്ഥലം PWD കണ്ടെത്തി നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിമർശനമായി ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും PWD വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വീഴ്ച ആദ്യത്തേത് അതാണ്. ആ ഒരു പക്ഷേ അന്ന് ഉത്തരവ് ഇറക്കിയതിന് തൊട്ടു പിന്നാലെ ഇവർ ആവശ്യം ഉന്നയിച്ചതുപോലെ മണ്ണ് മാറ്റാനുള്ള സുരക്ഷിത സ്ഥലം നൽകിയിരുന്നുവെങ്കിൽ ആ മണ്ണ് അവിടെ നിന്ന് മാറ്റിയതിന് ഇത്ര വലിയൊരു ആഘാതത്തിലേക്ക് കാര്യങ്ങൾ പോകുകയില്ലായിരുന്നു. മറ്റൊന്നാണ് രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അലേർട്ടുകൾ. ശേഖർ കുര്യാക്കോസ് അല്പസമയം മുമ്പ് വിവിധ വകുപ്പ് മന്ത്രിമാരടക്കമുള്ളവർ തിരുവനന്തപുരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലും ഒപ്പം തന്നെ ഡിസാസ്റ്റർ ആസ്ഥാനത്തുമൊക്കെ എത്തി സ്ഥിതിഗതികൾ, നിലവിലെ മഴ സാഹചര്യം വിലയിരുത്തിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിലധികമായി അവിടെ അതിശക്തമായ മഴ ലഭ്യമാകുകയാണ്. അപ്പോൾ ആ മഴ ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് അവിടെ റെഡ് അലേർട്ടിന് സമാനമായ അലേർട്ടുകൾ നൽകിയില്ല, സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകളെ മാറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. കാരണം ജൂൺ 25 ചേർന്ന യോഗത്തിൽ കൃത്യമായി പറഞ്ഞതാണ് അപകട സ്ഥലമാണ്, അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ട് സുരക്ഷിതമായ ആളുകളെ അവിടുന്ന് അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ മാറ്റണമെന്നുള്ളത്. ഇതൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളത് ഈ വീഴ്ചയുടെയും ഈ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അപകടം നടന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി T. സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.